ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്ര തീരം മുതൽ മധ്യ കേരളം തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയും കേരള തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതുമാണ് കനത്ത മഴയ്ക്ക് കാരണം. മാള സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നുവെന്ന പ്രചരണം ശക്തമായതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. പ്രശ്നത്തിൽ അന്വേഷണം നടത്താൻ 9 അംഗ കമ്മിറ്റിക്ക് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രൂപം നൽകി. മുൻ ഭരണസമിതികളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടി നിലപാട് എടുത്തിട്ടുള്ളത്. കുന്നുകര പഞ്ചായത്തിലെ മുതുകാട് കട്ടുമുള തെറ്റയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ഫാമുകൾ ജനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. പന്നി വളർത്തലിന്റെയും ആട് വളർത്തലിന്റെയും മറവിലാണ് മനുഷ്യജീവന് വെല്ലുവിളിയാകും വിധം പുറം പ്രദേശങ്ങളിൽ നിന്നും ദിനം പ്രതി ടൺ കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിന്റെ തീരപ്രദേശത്ത് ശക്തമായ വേലിയേറ്റം. താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പുതിയ റോഡ് അറപ്പ പൊട്ടിച്ചു. എറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം, മണപ്പാട്ടുചാൽ, ആറാട്ടുവഴി എന്നിവിടങ്ങളിലും എടവിലങ്ങ് പഞ്ചായത്തിലെ പുതിയ റോഡ്, കാര എന്നിവിടങ്ങളിലുമാണ് ശക്തമായ തിരയടി അനുഭവപ്പെട്ടത്. മണ്ണംപേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. നടപ്പുരയിലും ഉപപ്രതിഷ്ഠയ്ക്ക് മുൻപിലും സ്ഥാപിച്ചിരുന്ന 2 ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം. പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപ്പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 3000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹെലൻ കെല്ലർ ദിനം ആചരിച്ചു. മാള ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വായന പക്ഷാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സാബു പോൾ അധ്യക്ഷത വഹിച്ചു. തെക്കൻ താണിശ്ശേരി കള്ളിയാട് റോഡിന്റെ പുനർനിർമ്മാണം പാതിവഴിയിൽ നിർത്തിയത് സംബന്ധിച്ച് സർവകക്ഷി അവലോകന യോഗം നടത്തി. പുനർനിർമ്മാണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ഉപേക്ഷിച്ചു പോയ കരാറുകാരനെ അയോഗ്യനാക്കിയ ശേഷമുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ടാലന്റ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മാള ടർഫിൽ നടന്ന മത്സരം മാള CI സുനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തും പഞ്ചായത്ത് ഗ്രന്ഥശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വായനവാരാചരണം സമാപിച്ചു. സമാപന സമ്മേളനം പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മത്സരാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും നിർവഹിച്ചു. സാംസ്കാരിക പ്രവർത്തകനും ചരിത്രാന്വേഷകനും നാട്ടറി വിദഗ്ധനുമായ KK അംബുജാക്ഷന്റെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള 2024 പുരസ്കാരം അണ്ണലൂർ സ്വദേശിയും ബാത്യാട്ട് ശ്രീധരനും. 4 പതിറ്റാണ്ടിന്റെ സാമൂഹിക സാംസ്കാരിക പാരിസ്ഥിതിക ആക്ടിവിസ്റ്റിനാണ് അവാർഡ്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.